Good morning. Today's class we are going to discuss about effect of conformation on course and rate of reaction in cyclohexane system. അപ്പോൾ cyclohexane സിസ്റ്റത്തിൽ the cis and trans isomer നമ്മൾ പറഞ്ഞിട്ടുണ്ട്. cis and trans isomer എങ്ങനെയാണ് അതിന്റെ conformation rate of reaction affect ചെയ്യുന്നത് എന്നുള്ളത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് SN1 റിയാക്ഷൻ ആണ്. നമുക്കറിയാം SN1 റിയാക്ഷൻ takes place between നമുക്ക് reactant and there is a nucleophile. First step is the formation of a carbocation. Axial ആയാലും ശരി equatorial isomer ആയാലും ശരി first step എന്ന് പറയുന്നത് it is the formation of a carbocation ആണ്. And next step എന്ന് പറയുന്നത് attack of nucleophile ആണ്. അപ്പോൾ ഇവിടുത്തെ carbocationന്റെ എനർജി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്ങനെയാണ് നമ്മുടെ സിസ് ഐസോമർ ആണ് നമ്മൾ എടുക്കുന്നത്, ട്രാൻസ് ഐസോമറിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്ന സോൾവോളിസിസ് ലൈക്ക് അസറ്റോളിസിസ് ആവാം, അല്ലെങ്കിൽ ഫോർമോളിസിസ് ആവാം, എത്തനോളിസിസ് ആവാം ഓഫ് എ 4 ടെർഷ്യറി ബ്യൂട്ടൈൽ സൈക്ലോഹെക്സൽ ടോസ്ലേറ്റ് സിസ്റ്റം ആണ് നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ടെർഷ്യറി ബ്യൂട്ടൈൽ സിസ്റ്റം ഉണ്ട്. 1,4 പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂവന്റ് വരുന്നത്. ഓർത്തോ ടൊസൽ ഗ്രൂപ്പ് ആണ് ഇവിടുത്തെ ലീവിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ 1,4 സിസ്റ്റം ആണ്. ദിസ് ഈസ് ദ ട്രാൻസ് ഐസോമർ. അതുപോലെ നമുക്ക് സിസ് ഐസോമർ ഉണ്ട്. സിസ് ഐസോമറിൽ നമുക്ക് എപ്പോഴും ടെർഷ്യറി ബ്യൂട്ടൈൽ ഇക്വറ്റോറിയൽ പൊസിഷനിലാണ്. സിസ് ഐസോമറിൽ ഓർത്തോ ടൊസൽ ഗ്രൂപ്പ് ഈസ് ഇൻ ദ ആക്സിയൽ പൊസിഷൻ. സോ ഇത് രണ്ടുമാണ് നമ്മുടെ സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ് ഐസോമർ വിൽ റിയാക്ട് വെരി ഫാസ്റ്റ് മാനർ. ഇറ്റ് ഈസ് ഹാവിംഗ് എ റേറ്റ് ഓഫ് 4 to 2.3 times faster when corresponding to the trans isomer. ഇവിടെ പറയുന്നത് എനർജി പ്രൊഫൈൽ ഡയഗ്രം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫോർമേഷൻ ഓഫ് എ കാർബോകാറ്റയോൺ ആണ്. എത്രയും പെട്ടെന്ന് കാർബോകാറ്റയോൺ ഫോം ചെയ്യാൻ പറ്റുന്ന ഐസോമർ ദാറ്റ് വിൽ റിയാക്ട് ഫാസ്റ്റ്. ഓക്കെ, എടുത്തിട്ടുണ്ട്. അപ്പം OTS ഗ്രൂപ്പ് റിമൂവ് ആവും. അവിടെ ഒരു കാർബോകാറ്റയോൺ ആണ് ഫോം ചെയ്യുന്നത്. അപ്പം ദാറ്റ് ഇസ് എ ട്രാൻസിഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ സിസ് ഐസോമർ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നു, ഫാസ്റ്റർ വേയിൽ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ടു കൺസിഡർ ദ എനർജി പ്രൊഫൈൽ ഡയഗ്രാം. അപ്പോൾ എനർജി പ്രൊഫൈൽ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ആക്സിൽ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി നോക്കുകയാണെങ്കിൽ കമ്പയറിംഗ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി this isomer is having higher energy when compared to transform. So this is the trans isomer. Okay. But ഇവിടെ ആ ഒരു എനർജി ഡിഫറൻസ് ദാറ്റ് ഈസ് this one is for axial and this one is for equatorial. അപ്പോൾ ഇക്വറ്റോറിയൽ ഐസോമറിൽ ഇത്രയും എനർജി അതിന് റീച്ച് ആയാൽ മാത്രമേ ഈ രണ്ട് എനർജി ഡിഫറൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ട്രാൻസിഷൻ സ്റ്റേറ്റ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഇറ്റ് ഈസ് ഫോർ ആക്സിയൽ ഐസോമർ. ദാറ്റ് ഈസ് ദ ലിവിംഗ് ഗ്രൂപ്പ് ഈസ് അണ്ടർ എ സ്റ്റെറിക് സ്ട്രെയിൻ ബിക്കോസ് ഓഫ് ദ ആക്സിയൽ പൊസിഷൻ 1,4-1,3 ഡയാക്സിയൽ ഇന്ററാക്ഷൻസ് എല്ലാം കാരണം എന്താണ് ഈ ഓർത്തോ ടൊസൽ ഗ്രൂപ്പ് ഈസ് ഓൾറെഡി ഇൻ എ ഹയർ എനർജി സ്റ്റേറ്റ്. സോ
ആ ഹയർ എനർജി സ്റ്റേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് തന്നെ അത് ഹയർ എനർജിയിലാണ് ഇരിക്കുന്നത് ഈ ആക്സിയൽ ഐസോമർ എന്ന് പറയുന്നത്. സോ വെൻ കമ്പയർഡ് വിത്ത് ഇക്വിറ്റോറിയൽ ഐസോമർ. സോ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഈ രണ്ടിൻ്റെയും എനർജി റിലീവ് ചെയ്താൽ എത്തിപ്പെടുന്നത് ഇറ്റ് ഈസ് എ കാർബോകാറ്റയോൺ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഈ കാർബോകാറ്റയോൺ സ്റ്റേറ്റിന് രണ്ടിനും സെയിം എനർജിയാണുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് വെൻ വി ആർ കമ്പയറിംഗ് ഇറ്റ് ഈസ് ആക്സിയൽ ഐസോമർ ഇസ് ഹാവിംഗ് ഹയർ എനർജി വെൻ കമ്പയർഡ് വിത്ത് ഇക്വിറ്റോറിയൽ വൺ. So there are രണ്ട് energy difference, that is the energy between the ground state and the transition state. So ഏറ്റവും പെട്ടെന്ന് attain ചെയ്യാൻ പറ്റുന്ന it is for the axial isomer ആണ്. So that is why this is isomer reacts faster when compared with the transition trans state. The corresponding energy difference എന്ന് പറയുന്നത് it is about 2.6 to 3.4 kilocalories per mole ആണ്. For orthotoxal group, a carbocation is free from the counter ion as evidenced by the fact that the products of solvolysis from the two epimers are not same. പെട്ടെന്ന് രണ്ടും ഒരേപോലെ റിയാക്ട് ചെയ്യാൻ നമുക്ക് തോന്നും, പക്ഷേ കാർബോകാറ്റയോൺ എല്ലാം ഫോം ചെയ്യുന്ന രീതിയെല്ലാം സെയിം ആണ്. ബട്ട് ആ ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ എനർജി കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ട്രാൻസിഷൻ സ്റ്റേറ്റ് റീച്ചസ് ഇൻ എ ഫാസ്റ്റർ മാനർ ഫോർ സിസ് ഐസോമർ വെൻ കമ്പയർഡ് വിത്ത് ട്രാൻസ് ഐസോമർ. ദ സ്റ്റെറിക് സ്ട്രെയിൻ ഓഫ് ആക്സിയൽ ഐസോമർ ഈസ് റിലീവ്ഡ് ഇൻ ദ ട്രാൻസിഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഈ ട്രാൻസിഷൻ സ്റ്റേറ്റ് റീച്ച് ആകുമ്പോഴത്തേക്ക് ആ സ്റ്റെറിക് സ്ട്രെയിൻ അവിടെ റിലീവ് ചെയ്യുകയാണ് ഫോർ ദ സിസ് ഐസോമർ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ട്രാൻസിഷൻ സ്റ്റേറ്റ് റീച്ചായി റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യാൻ സിസ് ഐസോമർ ട്രൈ ചെയ്യുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ട്രാൻസ് ഐസോമർ ആണെങ്കിൽ ലിവിംഗ് ഗ്രൂപ്പ് ഈസ് ഓൺ ദ ഇക്വിറ്റോറിയൽ പൊസിഷൻ. സോ ഇറ്റ് ഈസ് എ സേഫ് പൊസിഷൻ ആണ്. സോ റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഈ ട്രാൻസ് ഐസോമറിൽ ഇറ്റ് ഈസ് സ്ലോ. ആക്സിയൽ ഐസോമർ ഇറ്റ് വിൽ റിയാക്ട് ഇൻ എ ഫാസ്റ്റർ മാനർ. ഇവിടെ ഡെൽറ്റ ജി ആണ്, ഡെൽറ്റ ജി സ്റ്റാൻഡേർഡ് ആണ്. ഡെൽറ്റ ജി സ്റ്റാൻഡേർഡ് ആണ്. ദിസ് ഈസ് ഫോർ ദ SN1 കേസ്. ഇതുപോലെ തന്നെയാണ് SN2 കേസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏത് സോൾവോളിസിസ് നമ്മൾ പറയുകയാണെങ്കിൽ അസറ്റോളിസിസ് ആണെങ്കിലും ഫോമോളിസിസ് ആണെങ്കിലും 4-tertiary ബ്യൂട്ടൈൽ സൈക്ലോഹെക്സേറ്റ് ടോഫ്ലേറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏത് നമ്മൾ ലിവിംഗ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിലും അതായത് 1,4 പൊസിഷനിൽ ഏത് ലിവിംഗ് ഗ്രൂപ്പ് വന്നാലും അതിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ആക്സിയൽ ഐസോമർ ആണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഹയർ ആയിരിക്കും. അതിൻ്റെ രണ്ടിൻ്റെയും കോമൺ ആയിട്ടാണ് നമ്മുടെ ട്രാൻസിഷൻ സ്റ്റേറ്റ് വരുന്നത്. സോ രണ്ടിനും ട്രാൻസിഷൻ സ്റ്റേറ്റ് സെയിം എനർജിയാണ്. സോ ആ രണ്ട് ഡിഫറൻസും കമ്പയർ ചെയ്യുക, അതായത് എനർജി ബിറ്റ്വീൻ ദ ട്രാൻസിഷൻ സ്റ്റേറ്റ് ആൻഡ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ അവർ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞ എനർജി ഉള്ള ആൾക്കാർക്ക് ഫാസ്റ്റായിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ സ്റ്റെറിക് സ്ട്രെയിൻ നോക്കുക, സ്റ്റെറിക് സ്ട്രെയിൻ റിലീവ് ചെയ്യാൻ മാത്രമേ ട്രൈ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കുന്നത് ഇൻ ദ കേസ് ഓഫ് axial isomer, that is a cis1. Next is the case with the SN2. SN2 ലാണെങ്കിൽ there is a transition state in which a pentacoordinated system ആണ് ഫോം ചെയ്യുന്ന ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മളിപ്പോൾ രണ്ട് ഗ്രൂപ്പ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ the case of cyclohexane X ഗ്രൂപ്പും Y ഗ്രൂപ്പും ടെർഷ്യറി ബ്യൂട്ടൽ തന്നെയാണ് നമ്മളിവിടുത്തെ ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത്. ആൻഡ് here we are having hydrogen ഇവിടെ X എന്ന് പറയുന്നത് ലിവിംഗ് ഗ്രൂപ്പാണ്, അതുപോലെ Y എന്ന് പറയുന്നത് ഇൻകമിംഗ് ഗ്രൂപ്പാണ്. ഇത് trans isomer. Okay. So here we are having tertiary butyl group,
hydrogen here, X is here, and Y is here. This is cis isomer. X and its tertiary butyl group are in the same direction. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the transition state ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. We are comparing both the transition state. The trans isomer, the incoming group Y is in the axial position and it is having interactions with these hydrogens, these axial hydrogens. Here the living group X is having interaction with these axial hydrogens. So നമുക്ക് compare ചെയ്യുമ്പോൾ മനസ്സിലാവും which one will react faster. Here also this state will react in faster manner. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ already cis is having higher ground state energy. If you are drawing the energy profile diagram, നമുക്കറിയാം cis isomer is having higher energy when compared with the trans isomer. Okay, trans isomerൽ നമുക്ക് already it is having ground state energy less. It depends upon the bulkiness of a transition state in the energy എന്ന് പറഞ്ഞാൽ it depends upon the bulkiness of the incoming group. അപ്പോൾ Y എത്രത്തോളം bulky ആവുന്നു, the steric strain and the energy of the transition state increases. But in the case of cis isomer living group already in axial position ലാണ്. We are considering 4 tertiary butyl cyclohexyl bromide. അപ്പോൾ X എന്ന് പറയുന്നത് ഇവിടെ bromide ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. Okay. ഇപ്പോൾ bromide ആണെങ്കിൽ because of this axial hydrogen interactions, this bromide group is already in a living position. അതായത് രണ്ട് റിപ്പൾഷൻ കാരണം ഓൾറെഡി കുറച്ച് നമ്മുടെ സൈക്ലോഹെക്സൈൻ സിസ്റ്റത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും ബ്രോമിൻ. സോ അപ്പോൾ എത്രയും പെട്ടെന്ന് അത് സ്റ്റെറിക് സ്ട്രെയിൻ ആൻഡ് എനർജി റിലീസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഫോം ചെയ്യാനേ സിസ് ഐസോമർ ട്രൈ ചെയ്യുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ട്രാൻസ് ഐസോമർ ദ ലിവിംഗ് ഗ്രൂപ്പ് ഓൾറെഡി ഈസ് ഇൻ ദ ഇക്വിറ്റോറിയൽ പൊസിഷൻ. അവിടെ എനർജി കുറവാണ് and the pentacoordinate system form ചെയ്യുമ്പോഴത്തേക്കും the transition state energy depends upon the nature of the incoming group. അപ്പോൾ Y1 ഫോം ചെയ്ത് കഴിഞ്ഞാലും it depends upon the bulkiness എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് energy of the transition state കൂടും. ഇവിടെ Y നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ Y വരുന്നതനുസരിച്ച് bulkiness എത്രത്തോളം കൂടും അതിനനുസരിച്ച് energy of the transition state കൂടും. But in the case of this cis isomer, it is already having living group in the axial position and its energy is high. But transition state form ചെയ്താലും ആ എനർജി പെട്ടെന്ന് റിലീവ് ചെയ്യാനേ ഈ ട്രാൻസിഷൻ സ്റ്റേറ്റ് ശ്രമിക്കുള്ളൂ. ബട്ട് ഇവിടെ നമ്മൾ Y ഇൻകമിംഗ് ഗ്രൂപ്പാണ് ഫോം ചെയ്ത് അത് എക്സ് റിലീവ് ചെയ്ത് പോകാൻ കുറച്ച് ടൈം എടുക്കും. സോ ദ റിയാക്ഷൻ ഓഫ് ദ സിസ് ഐസോമർ റേറ്റ് ഈസ് ഫാസ്റ്റർ വെൻ കമ്പയർഡ് വിത്ത് ട്രാൻസ് ഐസോമർ. അത് നമ്മൾ ഈ എനർജി ഡിഫറൻസ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്ത് പറയുന്നത്. ദിസ് ഇസ് എ ട്രാൻസ്. ആക്ടിവേഷൻ എനർജി ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഭാഗത്ത് കൂടെ ആയിരിക്കും നമ്മുടെ റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത്. അപ്പോൾ സോ സിസ് ഐസോമർ ഫോളോയിങ് എ ലെസ് ആക്ടിവേഷൻ എനർജി പാത്ത്, സോ ഇറ്റ് റിയാക്ട്സ് ഇൻ എ ഫാസ്റ്റർ മാനർ. ബിക്കോസ് എന്താണ് അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി കൂടി നിൽക്കുന്ന സിസ് ഐസോമറാണ്. അതുപോലെ ആക്ടിവേഷൻ എനർജി ഫാസ്റ്റ് ആയിട്ട് റീച്ച് ആവുന്നതും സിസ് ഐസോമറാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ട്രാൻസ് ഐസോമർ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബൾക്കിനെസ് ഓഫ് ദ ഇൻകമിംഗ് ഗ്രൂപ്പ്. അതിന് നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് ലിവിംഗ് ഗ്രൂപ്പ് വന്നാലും ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ 4 tertiary butyl cyclohexyl ബ്രോമൈഡ്സിന്റെ കേസാണ്. ബ്രോമൈഡ്സ് ആവാം, ക്ലോറൈഡ്സ് ആവാം, ഏത് ഹാലജൻസ് വേണമെങ്കിലും എക്സിന്റെ സ്ഥാനത്ത് വരാം. വൈയും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഏത് ന്യൂക്ലിയോ ഫൈൽ വേണമെങ്കിലും ചോദിക്കാം വൈ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് എക്സ് ലിവിംഗ് ഗ്രൂപ്പ് വിച്ച് പൊസിഷൻ ആൻഡ് ഹൗ ദ എനർജി ഓഫ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് കമ്പയർഡ്. എനർജി ഓഫ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഏറ്റവും കൂടിയിരിക്കുന്ന ആർക്കാണ്, അതുപോലെ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ എനർജി ഡിഫറൻസ് ചേഞ്ച് ആവുന്നത്. ട്രാൻസിഷൻ സ്റ്റേറ്റിൽ നമുക്ക് എന്താണ് എക്സിൻ്റെ കേസ് സിസ് ഐസോമർ ആയിട്ട് വരുന്ന കേസിൽ എക്സ് എന്ന് പറയുന്നത് അവിടെ ഓൾറെഡി ഉള്ള പൊസിഷനിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കുന്ന അവസ്ഥയാണ്. ഇറ്റ് ഈസ് ഓൾറെഡി ഡിറ്റാച്ച്ഡ് ഫ്രം ദ സൈക്ലോഹെക്സൈൻ റിംഗ് ആൻഡ് ഇറ്റ് ഈസ് റെഡി ടു ലീവ്.
So the strain is released by the formation of the transition state. അതുവഴി നമുക്ക് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ട്രാൻസ് ഐസോമർ വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദ ട്രാൻസിഷൻ സ്റ്റേറ്റ് because Y is the incoming group and it is attaching to the ring, and the transition energy of the transition state depends upon the bulkiness of the Y group. അത് നമ്മൾ മനസ്സിൽ വിചാരിക്കുക. Okay, that is the case with the SN1 and SN2 reaction. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ എൻ്റെ അടുത്ത് ശ്രീലക്ഷ്മി ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ സെമി പിനക്കോളിക് ഡീഅമിനേഷൻ റിയാക്ഷൻ നടത്തുമ്പോഴത്തേക്ക് ഈ ഫിനൈൽ ഗ്രൂപ്പ്സ് രണ്ടും ഒരു സൈഡിൽ പൊസിഷനിൽ എഴുതിയിട്ട് എരിത്രോ എഴുതിക്കൂടെയും ചോദിച്ചു. അങ്ങനെ നമുക്ക് ഫിഷർ റെപ്രസെൻറ്റേഷൻ നമുക്ക് ചെയ്യാം. ബട്ട് നമ്മൾ സെമി പിനക്കോളിക് എലിമിനേഷൻ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും NH2 ഗ്രൂപ്പ് ഇറ്റ് ഷുഡ് ബി ഇൻ ദ ആൻറ്റി പെരിപ്ലാനാർ പൊസിഷനിൽ വേണം വരാൻ. അപ്പോൾ ഇതിൽ ഇങ്ങനെ നമ്മൾ ഫിനൈൽ ഗ്രൂപ്പ്സ് രണ്ടും സെയിം സൈഡിലായിട്ട് എരിത്രോ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും NH2 ഗ്രൂപ്പ് എന്ന് പറയുന്നത് രണ്ട് കൺഫർമേഷനും NH2 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൻറ്റി പെരിപ്ലാനാർ പൊസിഷനിൽ വരുന്നില്ല. എപ്പോഴും തിൻ എലിമിനേഷൻ ആണ് പോസിബിൾ ആയിട്ട് വരുന്നത്. ഇവിടെ രണ്ട് എലിമിനേഷൻ നമ്മൾ പറയുന്നുണ്ട്, എരിത്രോയ്ക്കും ത്രയോയ്ക്കും പറയുന്നുണ്ട്. Retention of configuration for trioisomer and inversion of configuration of erythroisomer എന്ന് പറയുന്നുണ്ട്. കാരണം നമുക്ക് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ് ആൻറ്റി പെരിപ്ലാനാർ പൊസിഷനിൽ വന്നാൽ മാത്രമേ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ നടക്കുകയുള്ളൂ. സോ പ്രിഡോമിനന്റ് പ്രോഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 90% ഓഫ് ദ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആയിരിക്കും മേജറായിട്ട് വരുന്നത്, അതായത് ഇൻവേർട്ടഡ് പ്രോഡക്റ്റ്. അതുപോലെ അഡീഷണൽ പ്രോഡക്ട്സ് ഫോം റിറ്റൻഷൻ ഓഫ് റിയാക്ഷൻ നടക്കില്ല എന്ന് പറയുന്നില്ല, പക്ഷെ റിറ്റൻഷൻ പ്രോഡക്റ്റ് ഫോം ചെയ്യും. പക്ഷെ എരിത്രോയിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഈൽഡ് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും ത്രയോയ്ക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ റീസൺസ് ഒക്കെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നിൽ ഇൻവേർട്ടഡ് പ്രോഡക്റ്റും ഒന്നിൽ റിട്ടൻഷൻ പ്രോഡക്റ്റും ആണ്. ഇൻവേർട്ടഡ് പ്രോഡക്റ്റ് ആണ് കൂടുതലും പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്, കാരണം ഇറ്റ് ഈസ് ഇൻ ദ ആൻറ്റി പെരിപ്ലാനാർ പൊസിഷനിലായതുകൊണ്ട്. This is the case with the SN1 and SN2 reaction.